Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ വരുന്ന ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് CGST ആക്ട് 2017 അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസും ആണ് പഠിക്കാനുള്ളത്. ഇപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്ന ഡെഫിനേഷൻ ഏജന്റ് ആണ്. ഏജന്റ് മീൻസ് a person including a factor, broker, commission agent, delivery agent, an auctioneer or any other mercantile agent by whatever name called. അപ്പോൾ ഇതിൽ പേരിലല്ല ഇരിക്കുന്നത്, എന്ത് പേരിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും ആ പേഴ്സണ് പ്രത്യേകമായിട്ടൊരു കാര്യം ഉണ്ടാവണം. എന്താണെന്ന് പറഞ്ഞാൽ ഹു ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അയാൾ ചെയ്തിരിക്കേണ്ടത് ഒന്നിക്കൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ആവാം, ഓർ ബോത്ത്, ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അതിന്റെ എലമെന്റ് ഇരിക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് അനദർ, വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഹു ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഒന്നിക്ക് സപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യാണ്. ഗുഡ്സ് ആവാം, സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചാവാം. അപ്പൊ അയാൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമുക്ക് മെയിൻ ആയിട്ട്. അയാളുടെ പേരെന്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും ഫാക്ടറിനോ ബ്രോക്കറിനോ കമ്മീഷൻ ഏജന്റിനോ ഡെലിവറി ഏജന്റിനോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പൊ ഏജന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അയാൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് അയാളുടെ ഡ്യൂട്ടി എന്തായിരിക്കണം? who carries on the business of supply or receipt of goods or service or both on behalf of another. ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഒരു പേഴ്സണിന് വേണ്ടി അയാളുടെ ബിഹാഫിൽ അയാൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമ്മൾ ഏജന്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ aggregate turnover. Aggregate turnover means the aggregate value of all taxable supplies. നമ്മളെല്ലാ സപ്ലൈസിന്റെയും ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ സപ്ലൈസിന്റെയും ടോട്ടൽ. പിന്നെ വരുന്നത് എക്സം സപ്ലൈസ്. എൻ്റെ ബ്രാക്കറ്റിൽ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എക്സം സപ്ലൈസ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഒന്നുകിൽ എക്സം സപ്ലൈസും വരും, ടാക്സബിൾ സപ്ലൈസും വരും. എക്സ്പോർട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ടും അതേപോലെ ടാക്സബിൾ സപ്ലൈസും എല്ലാം ഒരുമിച്ച് വരുന്നത്. ആൻഡ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് പേഴ്സൺ ഹാവിങ്, അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് ആവാം. ഇപ്പൊ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, എല്ലാ ടാക്സബിൾ സപ്ലൈസും വരുന്നുണ്ട്. എക്സം സപ്ലൈസ്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസും വരുന്നുണ്ട്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, ഗുഡ്സ് ഓർ സർവീസിന്റെ എക്സ്പോർട്ടോ, അല്ലെങ്കിൽ ഗുഡ്സിന്റെ എക്സ്പോർട്ടോ, അല്ലെങ്കിൽ സർവീസിന്റെ എക്സ്പോർട്ടോ, അല്ലെങ്കിൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഒരുമിച്ചുള്ള എക്സ്പോർട്ടോ ആവാം. ഇപ്പൊ എക്സ്പോർട്ടും വരുന്നുണ്ട്. ആൻഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്, അതേപോലെ ഇന്റർസ്റ്റേറ്റ് ആയിട്ടുള്ള സപ്ലൈസും വരുന്നുണ്ട്. ഓഫ് പേഴ്സൺ ഹാവിംഗ് ദ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഒരേ പാൻ നമ്പർ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ടാക്സബിൾ എക്സം സപ്ലൈസ്, എക്സ്പോർട്ട്, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ടു ബി കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്, അത് ഓൾ ഇന്ത്യ ബേസിസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. ബട്ട് എക്സ്ക്ലൂഡ്സ് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇന്റഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ്. ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ബ്രാക്കറ്റിൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടാക്സബിൾ സപ്ലൈസിന്റെ കേസിൽ excluding the value of inward supplies on which tax is payable by a person on reverse charge basis. ഇപ്പൊ ചില സമയത്ത് നമ്മൾ സപ്ലൈസിന്റെ മേലെ റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് കൊടുക്കേണ്ടി വരും, GST കൊടുക്കേണ്ടി വരും. ഇപ്പൊ നോർമലി GST എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇപ്പൊ ഞാനൊരു ഡീലറാണ്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് നിന്ന് സപ്ലൈസ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ മേലെ ടാക്സ് പേ ചെയ്തിട്ട് സപ്ലൈസ് വാങ്ങിക്കുന്നുണ്ട്, അല്ലെ? എന്നുവെച്ചാൽ ആ പേഴ്സന്റെ അടുത്ത് അവർ നമ്മളടുത്ത് ചാർജ് ചെയ്യുന്നത് ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു. നമ്മൾ പേ ചെയ്ത ടാക്സ് നമുക്ക് അവിടെ ടാക്സ് ഇൻപുട്ട് ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് അവിടെ കിട്ടുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ ആ ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ അവിടുന്ന് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് പേ ചെയ്യാൻ ലാബിലിറ്റി ഉണ്ട്. പക്ഷെ ആ പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പേ ചെയ്ത ഇൻപുട്ടിന്റെ മേലുള്ള ടാക്സ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇങ്ങനെ സാധാരണ ചെയ്യുന്നത്. ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മളിപ്പം പെർച്ചേസ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു പേഴ്സന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആ പേഴ്സൺ നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യില്ല, അല്ലെ? രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ് നമ്മൾ ഇതൊക്കെ GST ഒക്കെ പേ ചെയ്യുന്നത്. ഇപ്പൊ രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റില്ല. GST ഇപ്പൊ കളക്ട് ചെയ്യണം, പേ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ GSTയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാൾക്ക് പേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന്
പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരത് ടാക്സ് എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാക്സ് അയാളാണ് പേ ചെയ്യേണ്ടത്. എനിക്ക് ആരാണോ സെയിൽ ചെയ്ത് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അയാളാണ്, സെയിൽ ചെയ്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ പേ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സെയിൽ ചെയ്ത ആള് പേ ചെയ്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ ഞാനെന്ന് പറയുന്ന ഇടയിൽ കിടക്കുന്ന ഡീലർ, രജിസ്റ്റേർഡ് അല്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് ആ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന ആ പേഴ്സൺ ആരാണോ അയാൾ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആവും. ഇതിനാണ് നമ്മൾ റിവേഴ്സ് ടാക്സ് എന്ന് പറയുന്നത്. നോർമലി സെയിൽ ചെയ്യുന്ന ആളാണ് ടാക്സ് പേ ചെയ്യുന്നത്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യുന്ന ആൾ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിവേഴ്സ് ചാർജ് കുറച്ച് അങ്ങോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ടേം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നമുക്ക് റിവേഴ്സ് ചാർജ് എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാക്സബിൾ സപ്ലൈസും എക്സം സപ്ലൈസും എക്സ്പോർട്ടും ഇന്റർസ്റ്റേറ്റ് സപ്ലൈസും ഒരേ അക്കൗണ്ട് നമ്പർ, ഒരേ പാൻ കാർഡിൽ, ഒരേ പെർമനന്റ് അക്കൗണ്ട് നമ്പറിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഇത്തരം ട്രാൻസാക്ഷൻസിന്റെ ടോട്ടലിനാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം. അപ്പൊ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു അണ്ടർടേക്സ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുവാണ്. അതാണല്ലോ അഗ്രികൾച്ചറിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വന്തം ലേബർ വെച്ചാവാം, ബൈ ഓൺ ലേബർ, സ്വന്തമായിട്ട് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്താവാം, ബൈ ദ ലേബർ ഓഫ് ഫാമിലി, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ വെച്ച് നമുക്ക് ചെയ്യിക്കുന്നതാവാം, ഓർ ബൈ സെർവൻസ് ഓൺ വേജ് പേയബിൾ, അല്ലെങ്കിൽ നമുക്ക് ജോലിക്കാരെ വെക്കാം വേജസ് കൊടുത്തിട്ട്, അല്ലെ, ഇൻ ക്യാഷ് ഓർ കൈൻഡ്, ക്യാഷിൽ പേയ്മെന്റ് നടത്താം, വേജസ് അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട് പേയ്മെന്റ് നടത്താം, ഓർ ബൈ ഹയേർഡ് ലേബർ അണ്ടർ പേഴ്സണൽ സൂപ്പർവിഷൻ, അല്ലെങ്കിൽ നമുക്ക് ലേബറേഴ്സിനെ ഹയർ ചെയ്യാം, അവരെ പേഴ്സണലി നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം, ഓർ ദ പേഴ്സണൽ സൂപ്പർവിഷൻ ഓഫ് എനി മെമ്പർ ഓഫ് ദ ഫാമിലി, അല്ലെങ്കിൽ ആ പേഴ്സൺ അല്ലാതെ വേറെ ആരെങ്കിലും, ഫാമിലിയിൽ വേറെ ആരെങ്കിലും അത് സൂപ്പർവൈസ് ചെയ്തിട്ട് നമ്മൾ ലേബറേഴ്സിനെ ഹയർ ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയും. നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ്. അപ്പൊ നമുക്കിത് ഡെഫിനിഷൻസ് ആൽഫബറ്റിക് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോർത്ത് ഡെഫിനിഷൻ ബിസിനസ് ആണ് വരുന്നത്. അതിലെ പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ, എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ, അഡ്വഞ്ചർ, വേജർ ഓർ എനി അതർ സിമിലർ ആക്ടിവിറ്റി വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ഫോർ എ പെക്യൂണിയറി ബെനിഫിറ്റ്. പെക്യൂണിയറി എന്ന് പറഞ്ഞാൽ മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ട്രേഡ് വരുന്നുണ്ട്, കൊമേഴ്സ് വരുന്നുണ്ട്, മാനുഫാക്ചർ വരുന്നുണ്ട്, പ്രൊഫഷൻ, വൊക്കേഷൻ. പ്രൊഫഷനും വൊക്കേഷനും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷനും വൊക്കേഷനും ഏകദേശം സെയിം തന്നെയാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ പ്രൊഫഷണൽ നോളജ് ഒക്കെ ഇംപ്ലൈ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊഫഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡാൻസർ, പ്രൊഫഷണൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ അയാൾ അത് പഠിച്ച് ആ രീതിയിൽ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഡാൻസർ ആവും, അല്ലെ. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ലൈവ്ലിഹുഡിന് വേണ്ടി ഡാൻസ് ചെയ്യുന്നത് നമുക്ക് കാണാറില്ലേ. ചിലപ്പം അയാൾ ആ പ്രൊഫഷനിൽ പഠിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷെ ജീവിക്കാൻ വേണ്ടി അയാളത് അതൊരു പെർഫോം ചെയ്യുകയാണ്. അപ്പൊ അതിനെ നമുക്ക് വൊക്കേഷൻ എന്ന് പറയാം. അഡ്വഞ്ചർ, വേജർ, എനി സിമിലർ ആക്ടിവിറ്റി വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ഫോർ എ പെക്യൂണിയറി ബെനിഫിറ്റ്. പെക്യൂണിയറി ബെനിഫിറ്റ് ഉണ്ടാവണം നിർബന്ധമില്ല അതിനകത്ത്. രണ്ടാമത്തെ, എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ഓർ ഇൻസിഡന്റൽ ഓർ ആൻസിലറി ടു സബ് ക്ലോസ് എ. ഇവിടെ പറഞ്ഞ സബ് ക്ലോസ് എയിൽ എന്താ പറഞ്ഞ ട്രേഡ്, കൊമേഴ്സ്, ഇതൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ രീതിയിൽ ചെയ്യുന്ന എല്ലാ അതർ ആക്ടിവിറ്റീസും, സബ് ക്ലോസ് എയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ല അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും. തേർഡ് പറയുന്ന, എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ ദ നേച്ചർ ഓഫ് സബ് ക്ലോസ് വെദർ ഓർ നോട്ട് ദർ ഈസ് വോള്യൂം, ഫ്രീക്വൻസി, കണ്ടിന്യൂറ്റി ഓർ റെഗുലാരിറ്റി ഓഫ് സച്ച് ട്രാൻസാക്ഷൻ. അതുപോലെ സബ് ക്ലോസ് എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, അതിൽ ഫ്രീക്വൻസി, കണ്ടിന്യൂറ്റി ഒന്നും വേണമെന്ന് പറയുന്നില്ല. റെഗുലാരിറ്റി എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ്ലി ചെയ്യണമെന്നില്ല, ഒരു തവണ ചെയ്തതായാലും അതിന് നമ്മൾ ബിസിനസ് എന്ന് പറയും. സാധാരണ നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെ. പക്ഷേ ഈ ക്ലോസിൽ പറയുന്ന ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ടാക്സ് പേർപ്പസിന്, GST പേർപ്പസിന് നമ്മൾ കണ്ടിന്യൂറ്റി വേണമെന്നില്ല. Supply or acquisition of goods including capital goods and services in connection with commencement or closure of business. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അത് ക്ലോസ് ചെയ്യാനോ വേണ്ടി നമുക്ക് സപ്ലൈ അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിനെയും കൂടി നമ്മൾ സപ്ലൈ ചെയ്യും കമൻസ്മെന്റ് സമയത്ത്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ എക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോഴും നമ്മൾ ഗുഡ്സ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ് എക്വയർ ചെയ്യും. അപ്പൊ ഈ രണ്ട് ട്രാൻസാക്ഷൻസും ബിസിനസിന്റെ ഹെഡിലാണ് വരുന്നത്. പ്രൊവിഷൻ by a club, association, society or any such body for a subscription or any other consideration of the facilities or benefit to its member. Next പറയുന്നത്,
ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അസോസിയേഷൻ, സൊസൈറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അവർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ്റെ ബേസിൽ പൈസ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫെസിലിറ്റീസ് മെമ്പേഴ്സിന് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ക്ലബ്ബിലൊക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും അല്ലെ, മന്ത്ലി ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മന്ത് നമുക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടുന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് വരുന്നത്. അഡ്മിഷൻ ഫോർ എ കൺസിഡറേഷൻ ഓഫ് പേഴ്സൺസ് ടു എനി പ്രമിസസ്, ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കയറണമെങ്കിൽ അവിടത്തേക്ക് അഡ്മിഷൻ ഫീ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു പാർക്ക് പോലത്തതൊക്കെ ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ ഫീ കൊടുക്കുന്നുണ്ടാവും അല്ലെ, അപ്പം അതിനെ നമ്മൾ ബിസിനസ് എന്ന് പറയാണ്. സർവീസസ് സപ്ലൈഡ് ബൈ എ പേഴ്സൺ ആസ് ദ ഹോൾഡർ ഓഫ് എൻ ഓഫീസ് വിച്ച് ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ ഹിം ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ഹിസ് ട്രേഡ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. അപ്പോൾ ഒരു പേഴ്സൺ അയാൾക്കൊരു പൊസിഷൻ ഉണ്ട്, അയാൾ അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ഹിസ് ട്രേഡ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. അതിനുവേണ്ടി അയാൾ അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ. നെക്സ്റ്റ് പറയുന്നത് സർവീസസ് പ്രൊവൈഡഡ് ബൈ എ റേസ് ക്ലബ്ബ്. ഒരു റേസ് ക്ലബ്ബാണ് ബൈ വേ ഓഫ് ടോട്ടലൈസേറ്റർ ഓർ എ ലൈസൻസ്. ടോട്ടലൈസേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഈ ബെറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ നടത്തുന്നതാണ് ടോട്ടലൈസർ ഓർ എ ലൈസൻസ് ടു ബുക്ക് മേക്കർ ഇൻ സച്ച് എ ക്ലബ്. ബുക്ക് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെറ്റ് നടത്തുന്ന പേഴ്സൺ ആണ് നമ്മൾ ബുക്ക് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് മേക്കറിന്റെ സർവീസ് ആണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ബെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ആരാ ജയിച്ച അയാൾക്ക് പൈസ കൊടുക്കുന്നില്ല, ആ പരിപാടി. Next, any activity or transaction undertaken by the central government, a state government or any local authority in which they are engaged as public authority. ഒരു പബ്ലിക് അതോറിറ്റി എന്ന രീതിയിൽ അവർ എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആരൊക്കെ വർക്ക് ചെയ്യാണ്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി. അപ്പം ആ സമയത്ത് അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസും ആക്ടിവിറ്റീസും അതും നമ്മൾ ബിസിനസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വരുന്ന ബിസിനസ് വേർട്ടിക്കൽ ആണ്. ബിസിനസ് വേർട്ടിക്കലിന്റെ ഡെഫിനേഷൻ പറയുന്നത് ബിസിനസ് വേർട്ടിക്കൽ മീൻസ് എ ഡിസ്റ്റിങ്വിഷബിൾ കോമ്പണന്റ് ഓഫ് എൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിന്റെ തന്നെ ഒരു ഭാഗമാണ്, പക്ഷെ അത് പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഒരു ബിസിനസിന്റെ തന്നെ വേറൊരു പാർട്ടായിട്ട് വരുവാണ്. ദാറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ സപ്ലൈ ഓഫ് ഇൻഡിവിജ്വൽ ഗുഡ്സ്. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതാവാം, ഓർ സർവീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സർവീസ് സപ്ലൈ ചെയ്യുന്നതാവാം, ഓർ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഓർ സർവീസ്, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഗുഡ്സും സർവീസും ഒക്കെ സപ്ലൈ ചെയ്യുന്നതാവാം. വിച്ച് ഈസ് സബ്ജക്ട് ടു റിസ്ക് ആൻഡ് റിട്ടേൺ ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് ദ അതർ ബിസിനസ് വേർട്ടിക്കൽ. അപ്പം അയാൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുമായിട്ട് അതൊന്ന് വ്യത്യസ്തമായ റിട്ടേൺസും റിസ്ക്കും ഒക്കെ വരുന്ന ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ബാങ്ക്, അപ്പോൾ ബാങ്കിൽ വരുന്ന ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള ട്രാൻസാക്ഷൻസ് അതൊക്കെ ഇൻഷുറൻസുമായിട്ട് ആ ബാങ്കിന് തന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് അല്ലേ, ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഇവിടെയുള്ള ട്രാൻസാക്ഷൻസ് പോലെയല്ല, ഇവിടെയുള്ള ട്രാൻസാക്ഷൻസ് ബേസിൽ വരുന്ന, ഇവിടെ നമുക്ക് ബാങ്കിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അവിടെ ആ രീതിയിലല്ല ഇൻഷുറൻസിൽ വരുന്ന. അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു കോമ്പണന്റ് ആണ്, ബാങ്കിങ്ങിന്റെ തന്നെ വേറൊരു കോമ്പണന്റ് ആണ് നമ്മൾ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ ബിസിനസ് വേർട്ടിക്കൽ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ഡിറ്റർമിനിങ് വെദർ ഗുഡ്സ് ഓർ സർവീസ് ആർ റിലേറ്റഡ്. ഇപ്പോൾ ഗുഡ്സും സർവീസും നമ്മൾ റിലേറ്റഡ് ആണോ എന്ന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. നേച്ചർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ആ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ നേച്ചർ നമ്മൾ നോക്കും. രണ്ടും സിമിലർ നേച്ചർ ആയിരിക്കാം, പക്ഷേ അപ്പോഴും നമ്മൾ ബാക്കിയുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് നോക്കാം. ഇപ്പൊ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് അത് രണ്ടും ഡിഫറെന്റ് ആണോ നോക്കാം. ദ ടൈപ്പ് ഓർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ ദ ഗുഡ്സ് ഓർ സർവീസ്, ആ ഗുഡ്സും സർവീസിനുള്ള ടൈപ്പ്, ആരൊക്കെയാണ് അതിന്റെ കസ്റ്റമേഴ്സ് വരുന്നത് അത് നമുക്ക് നോക്കാം. ദ മെത്തേഡ് യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്, അതെങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഗുഡ്സ് ആയാലും സർവീസ് ചെയ്യാലും. ദ നേച്ചർ ഓഫ് റെഗുലേറ്ററി എൻവയോൺമെന്റ്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, ഇൻക്ലൂഡിംഗ് ബാങ്കിങ്, ഇൻഷുറൻസ് ഓർ പബ്ലിക് യൂട്ടിലിറ്റി. ഇപ്പൊ ബാങ്കിങ്ങിന്റെ റെഗുലേഷൻ നമ്മൾ നടത്തുന്നത് RBI ആണെങ്കിൽ അവർ നടത്തുന്ന ആ ബാങ്ക് തന്നെ നടത്തുന്ന ഇൻഷുറൻസ് ചിലപ്പം IRDAയുടെ അണ്ടറിലാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഏതാണ് റെഗുലേറ്ററി എൻവയോൺമെന്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് വേർട്ടിക്കലിലെ ഗുഡ്സും സർവീസും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അത് കൺസിഡർ ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് ദ വാല്യൂ ഓഫ് വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കുവാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഗുഡ്സിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓഫ് ദ പേഴ്സൺ ക്ലെയിമിംഗ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ കോഴ്സിലോ അത് ഡെവലപ്പ് ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് ആണ്. പക്ഷെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾക്ക് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മീൻസ് എനി പേഴ്സൺ ഹു ഒക്കേഷണലി, അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇപ്പോൾ ഒരാൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ചെയ്യുവാണ്, പക്ഷെ ഒക്കേഷണലി മാത്രമാണ് അയാൾ ചെയ്യുന്നത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കേഷണലി മാത്രം. ഓർ ബോത്ത് ഇൻ ദ കോഴ്സ് ഓർ ഇൻ എനി അതർ കപ്പാസിറ്റി. അയാൾ ഏത് കപ്പാസിറ്റിയിലാവാം. ഫോർ എക്സാമ്പിൾ അയാൾക്ക് ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ചെയ്യാം, ഏജന്റ് ആയിട്ട് പറയാം, ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ അയാൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുവാണ്. ഇൻ എ സ്റ്റേറ്റിലാവാം, അത് യൂണിയൻ ടെറിട്ടറിയിലാവാം, വേർ he has no fixed place of business, അല്ലെങ്കിൽ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതെയും ആവാം. ഇപ്പൊ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാൾ ടാക്സബിൾ ആണ്, പക്ഷെ അയാൾ കണ്ടിന്യൂസ്ലി ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ചെയ്യുന്നില്ല, ഒക്കേഷണലി മാത്രം ചെയ്യുവാണ്. അതിപ്പോൾ അയാൾ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ, ഏജന്റ്, അങ്ങനെ ഏത് രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, അയാൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയും. നെക്സ്റ്റ് കോമ്പസിറ്റ് സപ്ലൈ. കോമ്പസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്ലൈ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, കോമ്പസിറ്റ് സപ്ലൈ മീൻസ് എ സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ടു എ റെസിപ്പിയൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more ടാക്സബിൾ സപ്ലൈസ്. അപ്പം അതിനകത്ത് 2 or 3 ടാക്സബിൾ സപ്ലൈസ് അതിൻ്റെ കൂടെ വരുവാണ്. ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സ് ആവാം, സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടി ആവാം. ഓർ എനി കോമ്പിനേഷൻ ദർ ഓഫ്. അത് മിക്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വരാം, ഗുഡ്സും സർവീസും ഒരുമിച്ചായിട്ടും എങ്ങനെ വേണമെങ്കിലും വരാം. which are naturally bundled and supplied in conjunction with each other in the ordinary course of business. അപ്പോൾ അതിനകത്ത് അത് ബണ്ടിൽ ചെയ്തിട്ട് നാച്ചുറലി അത് ബണ്ടിൽഡ് ആൻഡ് സപ്ലൈഡ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ ഓഫ് വിച്ച് ഇസ് പ്രിൻസിപ്പൽ സപ്ലൈ. അതിൽ ഒന്നായിരിക്കും മെയിൻ സപ്ലൈ എന്ന് പറയുന്നത്, ബാക്കി പറയുന്ന ഗുഡ്സോ സർവീസോ എന്തായി കഴിഞ്ഞാലും അത് പ്രിൻസിപ്പൾ അല്ല, അത് അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സപ്ലൈ ആയിട്ട് വരുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസ് ആണ് നമുക്കത് സപ്ലൈ ചെയ്ത് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇൻഷുറൻസും കൂടി വന്നു അല്ലെ അതിൻ്റെ കൂടെ. പക്ഷെ മെയിൻ ആയിട്ട് അവിടെ പ്രോഡക്റ്റ് വന്നാണ്. ഇപ്പം നമ്മൾ നല്ല വാല്യൂ കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്, എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് എങ്ങാനും. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ അതിലെന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി അതിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ അതിന് നല്ല പാക്കിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്ന ഓക്സിലറി ആയിട്ട് വരുന്ന എന്തെങ്കിലും ഐറ്റംസ് ആണ് അല്ലേ. പക്ഷെ ഇത് മൂന്നിൻ്റെയും ഒരുമിച്ചാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാം, ഒരു പ്രോഡക്റ്റ് പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനാണ് കോമ്പസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിക് ഐറ്റം ആണ്, അതിന് കൂടെ വരുന്ന ഇൻഷുറൻസ് ഒക്കെ അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള സപ്ലൈ ആണ്. ഇനി നെക്സ്റ്റ് കൺസിഡറേഷൻ. നമുക്കൊരു പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ നോർമലി കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലേ. കൺസിഡറേഷൻ ഇൻ റിലേഷൻ ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഇവിടെ ഗുഡ്സിന്റെയും സർവീസിന്റെയും അല്ലെങ്കിൽ രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷനിലും കൺസിഡറേഷൻ എന്ന് പറയുന്നത് എനി പേയ്മെന്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ്, ഓൾറെഡി പേ ചെയ്ത ഒരു എമൗണ്ട് അല്ലെങ്കിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എമൗണ്ട്, വെദർ ഇൻ മണി ഓർ അതർവൈസ്, അതെന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ടാവാം അല്ലാതെ ആവാം, ഇൻ റെസ്പെക്ട് ഓഫ് ഓർ ഇൻ റെസ്പോൺസ് ടു ഓർ ഫോർ ദ ഇൻഡ്യൂസ്മെന്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അപ്പോൾ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിന്റെ പകരമായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ ഇൻഡ്യൂസ് ചെയ്യാനോ നടത്തിയിരിക്കുന്ന അല്ല നടത്താൻ പോകുന്ന ഒരു പേയ്മെന്റ്, അത് നമുക്ക് മോണിറ്ററി വാല്യൂ ആവാം, മണിയിലാവാം അല്ലെങ്കിൽ അതർവൈസ് ആവാം. whether by the recipient or by any other person, but shall not include any subsidy given by the central government or state government. അപ്പോൾ അത് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് റിസീവ് ചെയ്യുന്ന പേഴ്സൺ ആവാം, റെസിപ്പിയന്റ് ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം ആ പേയ്മെന്റ് നടത്തുന്നത്. ബട്ട് ഷാൾ നോട്ട് ഇൻക്ലൂഡ് ദ സബ്സിഡി ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് ഇൻക്ലൂഡ് ചെയ്യാത്ത ആ വരുന്ന വാല്യൂ ആണ് നമ്മൾ കൺസിഡറേഷൻ എന്നുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ദ മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബെറൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഓർ ഇൻ റെസ്പോൺസ് ടു ഓർ
for the inducement of supply of goods or service or both, whether by the recipient or by any other person, but shall not include any subsidy given by central government or state government. ഇപ്പോൾ ഇവിടെ പറയുന്നത് the monetary value or any act of forbearance. അപ്പം ഒന്നുകിൽ അത് മോണിറ്ററി വാല്യൂ ആണ്, ഒരു മണി കൊടുക്കുന്നതിന്, അതിനാണ് നമ്മൾ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതും നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഇൻ റെസ്പെക്ട് ടു അല്ലെങ്കിൽ ഇൻ റെസ്പോൺസ് ടു ഓർ ഇൻഡ്യൂസ് ഫോർ ദ ഇൻഡ്യൂസ്മെന്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, whether by the recipient ആവാം or by any other person, but shall not include subsidy. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് പറയുന്നത്. അപ്പം അതിന്റെ മോണിറ്ററി വാല്യൂ, അപ്പം ആ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മളിവിടെ പറയുന്നത്. മറ്റേ പേയ്മെന്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് എന്നാണ് പറയുന്നത്. പേയ്മെന്റ് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ കൊടുത്തതോ ആയ എമൗണ്ടിനെയാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇവിടെ അതിന്റെ മോണിറ്ററി വാല്യൂ മാത്രമാണ് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ നമ്മളോട് പറയുന്നത് a deposit given in respect of the supply of goods or service or both shall not be considered as payment made for such supply. However, advance payment is included in consideration. ഇപ്പോൾ ഒരു പേയ്മെന്റിന് പകരം നമ്മൾ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു, അതിന് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കില്ല. പക്ഷേ നമ്മൾ അതിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പേയ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് എക്സ് ലിമിറ്റഡ് റിസീവ്ഡ് ഡെപ്പോസിറ്റ് ഓഫ് 10 lakh ഫ്രം എ ഡീലർ ആസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കിട്ടുവാണ്. ദ എമൗണ്ട് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ കൺസിഡറേഷൻ. അറ്റ് ദ സെയിം ടൈം ഇഫ് എക്സ് ലിമിറ്റഡ് റിസീവ്സ് ദ എമൗണ്ട് ആസ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഫ്യൂച്ചർ ഡെലിവറി, നാളെ ഒരു ഐറ്റം ഡെലിവറി ചെയ്യുന്നതിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചെങ്കിൽ അതിനെ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്, ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ്. ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ നമ്മൾ സപ്ലൈ ചെയ്യുവാണ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ അഗ്രി ചെയ്യുവാണ്. കണ്ടിന്യൂസ്ലി ഓർ ഓൺ റിക്കറന്റ് ബേസിസ്, ഒന്നുകിൽ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റിക്കറന്റ് ബേസിസ്. റിക്കറന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വന്റ് ഇന്റർവെലിന് ശേഷം ഇങ്ങനെ കണ്ടിന്യൂ എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒന്ന് അങ്ങനെയൊക്കെ വരില്ലേ, അതിനൊക്കെയാണ് നമ്മൾ റിക്കറന്റ് ബേസിസ് എന്ന് പറയുന്നത്. അണ്ടർ എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് പ്രകാരം, വെദർ ഓർ നോട്ട് ബൈ എ മീൻസ് ഓഫ് വയർ, കേബിൾ, പൈപ്പ് ലൈൻ ഓർ അതർ കണ്ടുവേറ്റ്. ഏതെങ്കിലും ഒരു മീൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മീൻസ് പ്രകാരം, ആൻഡ് ഫോർ വിച്ച് ദ സപ്ലയർ ഇൻവോയ്സസ് ദ റെസിപ്പിയന്റ് ഓൺ എ റെഗുലർ ഓർ പീരിയോഡിക് ബേസിസ്. ഇപ്പൊ നമുക്ക് ഡെയിലി ആ പ്രോഡക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ റിക്കറന്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി കൊടുക്കാം. അപ്പൊ അതിലൊരു പീരിയഡിലേക്കാണ് നമുക്ക് അതിന്റെ ഇൻവോയ്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇത്ര കിലോ വെച്ച് സപ്ലൈ ചെയ്യുവാണ്, അതിന്റെ ഇൻവോയ്സ് നമ്മൾ കിട്ടുന്നത്, സപ്ലയർ ഇൻവോയ്സ് കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ എങ്ങനെയും കൊടുക്കാം. ഒരു റെഗുലർ ബേസിസ്, ഒരു പീരിയഡിൽ on a regular or periodic basis. ഒന്നിക്ക് റെഗുലർ കൊടുക്കാം അല്ലെങ്കിൽ പീരിയോഡിക് ബേസിസ്. ആൻഡ് ഇൻക്ലൂഡ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ആസ് ദ ഗവൺമെന്റ് മേ. അതുകൂടാതെ ഗവൺമെന്റ് മേ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് ഇറ്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ. ഇത് കൂടാതെ ഗവൺമെന്റ് ചില സമയത്ത് കണ്ടിന്യൂസ് സപ്ലൈയിൽ ഇന്ന പ്രോഡക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നോട്ടിഫൈ ചെയ്യുവാണെങ്കിൽ ആ പ്രോഡക്റ്റും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്, എന്നുവെച്ചാൽ ഈ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്. നമ്മൾ ഗുഡ്സിൻ്റെ ആണ് പറയുന്നത്, ഇവിടെ സർവീസസ് ആണ് പറയുന്നത്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് മീൻസ് എ സപ്ലൈ ഓഫ് സർവീസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രീ ടു ബി പ്രൊവൈഡഡ്. ഇത്രയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസസ്, ഗുഡ്സിന് പകരം സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രീ ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓൺ ഓർ റിക്കറന്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട് ഫോർ എ പീരിയഡ് എക്സീഡിങ് 3 months. ഇവിടെ ഒരു പീരിയഡ് പറയുന്നുണ്ട്, ഫോർ എ പീരിയഡ് എക്സീഡിങ് 3 months. 3 months കൂടുതൽ നമ്മൾ കണ്ടിന്യൂസ്ലി റിക്കറന്റ് ബേസിസിലോ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൽ വരുള്ളൂ. വിത്ത് പീരിയോഡിക് പേയ്മെന്റ് ഒബ്ലിഗേഷൻസ്. പീരിയോഡിക്കലി നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ആയിട്ട് നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കുകയാണ്. ആൻഡ് ഇൻക്ലൂഡ് സപ്ലൈ ഓഫ് സച്ച് സർവീസ് ആസ് ദ ഗവൺമെന്റ് മേ. ഇതിലും നമ്മൾ പറയുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് ഗവൺമെന്റിന് to such conditions as it may by notification specify. ഗവൺമെന്റിനെ സ്പെസിഫൈ ചെയ്യാം പ്രത്യേക നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ന സർവീസസ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അടുത്തത് വരുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. ഇലക്ട്രോണിക് കൊമേഴ്സ് മീൻസ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻക്ലൂഡിംഗ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഓവർ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്.
ഇപ്പം ഇലക്ട്രോണിക് നെറ്റ്വർക്കിൽ കൂടി ഡിജിറ്റൽ നെറ്റ്വർക്കിൽ കൂടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് അതിൽ ഡിജിറ്റൽ പ്രോഡക്ട്സും ഇൻക്ലൂഡഡ് ആണ്. ഇതിനാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന ഈ കൊമേഴ്സിൽ അത് തന്നെ. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മീൻസ് എനി പേഴ്സൺ who owns, operates or manages digital or electronic facility or platform for electronic commerce. ഈ ഇലക്ട്രോണിക് കൊമേഴ്സിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് ഫെസിലിറ്റി ഓർ പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സംപ്റ്റ് സപ്ലൈ. എക്സംപ്റ്റ് സപ്ലൈ മീൻസ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ ടാക്സ് റേറ്റ് GST റേറ്റ് പഠിക്കുന്ന സമയത്ത് എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് 0 റേറ്റ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിൽ റേറ്റ് അല്ലെങ്കിൽ 0 റേറ്റ് ഓഫ് ടാക്സ് ഓർ വിച്ച് മേ ബി ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 11 ഓർ അണ്ടർ സെക്ഷൻ 6 രണ്ട് സെക്ഷൻ പ്രകാരം ഓഫ് ദ IGST ആക്ട് ആൻഡ് ഇൻക്ലൂഡ്സ് നോൺ ടാക്സബിൾ സപ്ലൈ. ഇപ്പൊ ടാക്സബിൾ അല്ലാത്തതോ അല്ലെങ്കിൽ 0 ടാക്സ് വരുന്നതോ ആയിരിക്കുന്ന പ്രോഡക്ട്സ് ഓർ സർവീസസിനെയാണ് നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ള ഗുഡ്സ് ആണ്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും നമ്മൾ ഗുഡ്സ് എന്നുള്ള ഹെഡിൽ വരും. അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണിയും സെക്യൂരിറ്റീസും വരില്ല. ബട്ട് includes auctionable claim. Auctionable claim include ചെയ്യുകയും ചെയ്യും. Auctionable claim എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡെറ്റ് ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ സെക്യൂർഡ് അല്ലാത്ത മോർഗേജ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡെറ്റിനാണ് നമ്മൾ auctionable claim എന്ന് പറയുന്നത്. ഗ്രോയിങ് ക്രോപ്സ് വരും. ക്രോപ്സ് നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി അല്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗ്രോയിങ് ക്രോപ്സ് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഗ്രോയിങ് ക്രോപ്സ് മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിലും അതിനെ വെച്ച് നമുക്ക് അതിന്റെ ഗുഡ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ്. ഗ്രാസ് വരും. അതേപോലെ തന്നെ നമ്മൾ ലാൻഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ വരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ വരാം. ഇതൊക്കെ നമുക്ക് ഈ മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. വിച്ച് ആർ എഗ്രീഡ് ടു ബി സിവിയർഡ് ബിഫോർ സപ്ലൈ. ഇതൊക്കെ ലാൻഡിന്റെ പാർട്ടാണ്. ഗ്രാസ് എന്നൊക്കെ പറയുന്നത് ലാൻഡിന്റെ പാർട്ടായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ക്രോപ്സ് വളർന്നുകൊണ്ടിരിക്കുന്ന ക്രോപ്സ് അത് ലാൻഡിന്റെ പാർട്ടാണ്. പക്ഷെ ഇത് നമ്മൾ സിവിയർ ചെയ്യാനുള്ള വിച്ച് ആർ എഗ്രീഡ് ടു ബി സിവിയർഡ് അത് കട്ട് ചെയ്ത് മാറ്റാനുള്ള എഗ്രിമെന്റ് ഉണ്ട് ബിഫോർ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നുള്ള ഒരു എഗ്രിമെന്റോട് കൂടിയുള്ളതാണെങ്കിൽ ഓർ അണ്ടർ എ കോൺട്രാക്ട് സപ്ലൈ. അപ്പം ബിഫോർ സപ്ലൈ സമയത്തോ അല്ലെങ്കിൽ അണ്ടർ എ കോൺട്രാക്ട് സപ്ലൈയിലോ നമ്മളതിനെ സിവിയർ ചെയ്ത് മാറ്റാം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ. ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിയും പിന്നെ അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ്. പക്ഷെ മണി ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് ഓപ്ഷനബിൾ ക്ലെയിം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഗ്രോയിങ് ക്രോപ്സും ഗ്രാസും അതേപോലെ തന്നെ ലാൻഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് മീൻസ് എനി ഗുഡ്സ് അതർ ദാൻ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലാത്ത എല്ലാ ഗുഡ്സിനെയും നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്യാപിറ്റലൈസ് ചെയ്തതിനാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതല്ലാത്തതിനെ നമുക്ക് ഇൻപുട്ടിൽ പറയാം. ഓർ ഇന്റൻഡ് ടു ബി യൂസ്ഡ് ബൈ. ഒന്നുകിൽ യൂസ്ഡ് ആവാം അല്ലെങ്കിൽ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ ബൈ എ സപ്ലയർ ഒരു സപ്ലയർ ഇൻ ദ കോഴ്സ് ഓർ ഫെർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ കോസ്റ്റിനോ അല്ല ഫെർദറൻസിനോ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ എല്ലാത്തിനെയും നമുക്ക് ഇൻപുട്ടിൽ പറയാം. എല്ലാത്തരം ഗുഡ്സിനെയും നമുക്ക് ഇൻപുട്ടിൽ പറയാം. ഇൻപുട്ട് സർവീസസ് ഗുഡ്സ് മാത്രമല്ല സർവീസസ് വരുന്നുണ്ടല്ലേ. ഇൻപുട്ട് സർവീസ് മീൻസ് എനി സർവീസ് യൂസ്ഡ് ഓർ ഇന്റൻഡ് ടു ബി യൂസ്ഡ് ബൈ എ സപ്ലയർ. അപ്പൊ ഇത് സെയിം തന്നെയാണ് നമ്മൾ ഗുഡ്സ് പറയുന്നത് പോലെ തന്നെയാണ്. മീൻസ് എനി സർവീസ് ഏത് സർവീസിനെ നമുക്ക് പറയാം യൂസ്ഡ് ഒന്നിക്ക് യൂസ് ചെയ്തതാവാം അല്ലെങ്കിൽ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ബൈ എ സപ്ലയർ ഇൻ ദ കോഴ്സ് ഓർ ഫെർദറൻസ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ആണ്. ഇൻപുട്ട് സർവീസ് നമ്മൾ എന്താന്ന് പഠിച്ചു അല്ലെ. ഇനി ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ആണ്. ഇൻപുട്ട് സർവീസ് പ്രൊവൈഡഡ് മീൻസ് an ഓഫീസ് ഓഫ് ദ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് ഓർ സർവീസിന്റെ ഒരു ഓഫീസിനാണ് നമ്മൾ പറയുന്നത്. ഓർ ബോത്ത് ഗുഡ്സും സർവീസും മിക്സ് ആയിട്ടും വരാം. വിച്ച് റിസീവ്സ് ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യുന്നതും ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 31 പ്രകാരമുള്ള ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് towards the receipt of input service and issues a prescribed document for the purpose of distributing the credit of central tax, state tax, integrated tax or union territory tax paid on the said service. അപ്പോൾ ഈ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അവിടെ ഇൻപുട്ട് ടാക്സിന്റെ റെസീറ്റ്
ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് ഓഫ് സെൻട്രൽ ടാക്സ്. ഈ സെൻട്രൽ ടാക്സിന്റെ ക്രെഡിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുവാണ്. പെയ്ഡ് ഓൺ ദ സെറ്റ് സർവീസ് ടു എ സപ്ലയർ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഹാവിംഗ് ദ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അതൊരു നമുക്ക് നമ്മുടെ ഒരു സപ്ലയറിന് നമുക്ക് ഇവിടുന്ന് ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്ക് അതൊരു ടാക്സ് ആയിട്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഓഫീസിനാണ് നമ്മൾ ശരിക്കും ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഹാവിംഗ് ദ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഒരേ അക്കൗണ്ട് നമ്പർ വരുവാണെങ്കിൽ അതിനെല്ലാത്തിനും ഒരേ സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ കാണിക്കാം. ആസ് ദാറ്റ് ഓഫ് ദ സെഡ് ഓഫീസ്, ആ ഓഫീസിന്റെ അതേ സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഡെഫിനേഷൻസ് പഠിച്ചു. ഇനി കുറച്ചുകൂടെ ഡെഫിനേഷൻസ് നമ്മളെ ഈ ആക്ട് പ്രകാരം ഉണ്ട്. ഇപ്പൊ 2 ആക്ടിലുള്ള ഡെഫിനേഷൻസ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് IGST ആക്ടിലെ ഡെഫിനേഷൻസ്, IGST ആക്ടിലെ കുറച്ച് ഡെഫിനേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലുള്ള കുറച്ച് നമ്മളിപ്പോൾ പറഞ്ഞ CGST ആക്ട് പ്രകാരമുള്ള ഏകദേശം പകുതി ഡെഫിനേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഇതിന്റെ ബാക്കി കൂടി ഒരു വീഡിയോയിലും കൂടി ഡിസ്കസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ആക്ട് സ്പെസിഫൈ ചെയ്തിട്ടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ആക്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് അതിനകത്തുള്ള ഡെഫിനേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്തതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.